കഥയെ ആരംഭിക്കുന്നത് സ്മിത്ത് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ഫേവറേറ്റ് സ്നാക്കായ ക്യാരറ്റിൽ നിന്ന് തെരുവിലെ ഒഴിഞ്ഞൊരിടത്ത് സ്മിത്ത് ഇരിക്കുകയായിരുന്നു. സ്മിത്ത് മുമ്പൊരു ബ്ലാക്ക് ഓപ്പ് സോൾജിയർ ആയിരുന്നു, കൂട്ടത്തിൽ വെപ്പൺ എക്സ്പേർട്ടും. പക്ഷേ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന വലിയൊരു വെടിവെപ്പിൽ വെച്ച് സ്മിത്തിന്റെ ഭാര്യയും കുട്ടിയും കൊല്ലപ്പെട്ടു. അന്ന് സ്മിത്തിന്റെ ആ പ്രൊഫഷണൽ ജീവിതം അവസാനിച്ചു. പിന്നീട് വേദനയിൽ മുഴുകി സ്മിത്ത് അലഞ്ഞു തിരിയാൻ തുടങ്ങി. അങ്ങനെയാണ് സ്മിത്ത് ഇപ്പോൾ ആ തെരുവിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ ആ ബെഞ്ചിലിരുന്ന് ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുന്നതും അപ്പോഴായിരുന്നു സ്മിത്തിന്റെ മുമ്പിലൂടെ കുറച്ച് പാനിക്കായ പോലെ ഗർഭിണിയായ ഒരു ലേഡി പോകുന്നത് സ്മിത്ത് നോക്കിക്കണ്ടത്. എന്തോ ആപത്തുണ്ടല്ലോ എന്ന് സ്മിത്ത് ചിന്തിച്ചിരിക്കെ അവൾക്ക് പിന്നാലെ ഒരു കാർ പാഞ്ഞെത്തി. ആ കാറിൽ നിന്ന് ഒരു ഹിറ്റ്മാൻ ഇറങ്ങി അവളുടെ പിന്നാലെ ചെന്നു. അവൻ ആ ഗർഭിണിയായ സ്ത്രീയെ കൊല്ലാൻ പോകുന്നു എന്ന് സ്മിത്ത് തിരിച്ചറിഞ്ഞിരുന്നു. പെട്ടെന്നുണ്ടായ തോന്നലിൽ അതിനെതിരെ പ്രതികരിക്കാൻ സ്മിത്ത് തീരുമാനിച്ചു. സ്മിത്ത് കടന്നു ചെന്നു. ബേസ്മെന്റിൽ വെച്ച് ഗർഭിണിയായ സ്ത്രീയെ കൊല്ലാൻ നോക്കിയ ആ ഹിറ്റ്മാനെ തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാരറ്റ് വെച്ച് സ്മിത്ത് ആക്രമിച്ചു. അവനെ അങ്ങ് വകവരുത്തി. ഗർഭിണിയായ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. താഴെ വീണിരുന്ന ആ തോക്ക് സ്മിത്ത് എടുത്തു പിടിച്ചു. പക്ഷേ തൊട്ട് പിന്നാലെ നിരവധി ഹിറ്റ്മാൻസ് എത്തിത്തുടങ്ങി. അവരുടെ നേതാവായ ഹെഡ്സും അവരുടെ കൂടെയുണ്ടായിരുന്നു. സ്മിത്തിനതോടെ ഗർഭിണിയായ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഷൂട്ടൌട്ട് ആരംഭിച്ചു. ഇതിനിടയിൽ ഗർഭിണിയായ ആ സ്ത്രീ പ്രസവവേദന ആരംഭിച്ച് കരയാനും തുടങ്ങിയിരുന്നു. സ്മിത്ത് പ്രസവത്തിന് ആ സ്ത്രീയെ സഹായിച്ചു. ഇതിനിടയിൽ വന്നുകൊണ്ടിരുന്ന ശത്രുക്കൾക്കെതിരെ പോരടിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരാൺകുട്ടി ജനിച്ചു വീണു. അമ്മയെയും കുഞ്ഞിനെയും സ്മിത്ത് ഒരിടത്ത് സുരക്ഷിതമാക്കി. പിന്നാലെ എത്തിയ ഹിറ്റ്മാൻസിനെതിരെയും ഹിറ്റ്മാൻസിന്റെ നേതാവായ ഹെഡ്സിനെതിരെയും പൊരുതാനിറങ്ങി. ഏറ്റുമുട്ടലിൽ ഹെഡ്സിന്റെ തോക്ക് സ്മിത്തിന്റെ കയ്യിൽ കിട്ടി. പക്ഷേ അത് ഫിംഗർ പ്രിന്റ് ലോക്കുള്ള തോക്കായിരുന്നു. ഹെഡ്സിന്റെ ആളുകൾക്കോ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. അതോടെ ഹെഡ്സിനെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ സ്മിത്ത് ആരംഭിച്ചു. ഷൂട്ടൌട്ടിനിടയിലൂടെ ഓടിയായിരുന്നു അമ്മയും കുഞ്ഞുമായി രക്ഷപ്പെടാൻ സ്മിത്ത് ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ വെടിയേറ്റ ഗർഭിണിയായിരുന്ന സ്ത്രീ കൊല്ലപ്പെട്ടു. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഉറപ്പിച്ച സ്മിത്ത് കുഞ്ഞുമായി നേരെ റൂഫ് ടോപ്പിലേക്ക് ഓടി. അങ്ങോട്ടേക്കും ശത്രുക്കൾ എത്തിച്ചേർന്നിരുന്നു. ഷൂട്ടൌട്ട് നടന്നു. ഒടുവിൽ കുഞ്ഞിന്റെയും തന്റെയും ജീവൻ രക്ഷിക്കാൻ മറ്റു വഴികൾ മുമ്പിലില്ലെന്ന് കണ്ടതും അടുത്തുള്ള ഫ്ളാറ്റിന്റെ ജനൽ തകർത്ത് സ്മിത്ത് അങ്ങോട്ടേക്ക് എടുത്തു ചാടി. ഫോളോ ചെയ്യുന്ന സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മറുവശത്ത് ഹെഡ്സ് ആകട്ടെ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു. ഒറ്റയ്ക്ക് വന്ന് തങ്ങളുടെ മിഷൻ തകർത്ത വ്യക്തി അതാരാണെന്ന് അന്വേഷിക്കാൻ ഹെഡ്സ് ഉത്തരവിട്ടു. കുട്ടിയുമായി സ്മിത്ത് തെരുവിലൂടെ മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. ഗ്രെഗ് എന്ന പേരുള്ള ഒരു വ്യക്തി തന്നെ ശ്രദ്ധിക്കുന്നത് സ്മിത്ത് നോക്കിക്കണ്ടിരുന്നു. അപകടം മണത്ത സ്മിത്ത് വേഗത്തിൽ അടുത്തുള്ള ഒരു ബിൽഡിംഗിന്റെ അകത്തേക്ക് കയറി. ഗ്രെഗ് ഫോളോ ചെയ്തു വന്നു. ഗ്രെഗ് കുട്ടിയെ വിട്ടുതരാൻ സ്മിത്തിനോട് ആവശ്യപ്പെട്ടു. സ്മിത്ത് വിസമ്മതിച്ചതോടെ അവർ തമ്മിലും ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ ഗ്രെഗിനെ അടിച്ചിട്ട് കുട്ടിയുമായി സ്മിത്ത് അവിടെ നിന്ന് പുറത്തു കടന്നുപോയി. മറുവശത്ത് ഹെഡ്സിനാകട്ടെ സ്മിത്തിന്റെ ലൊക്കേഷനെ പറ്റിയുള്ള വിവരങ്ങൾ വന്നെത്തി. അതോടെ അങ്ങോട്ടേക്ക് അവർ കാറിൽ വെച്ച് പിടിച്ചു. ഇതേ സമയം സ്മിത്ത് ആകട്ടെ അവിടുത്തെ ഒരു പബ്ലിക് പാർക്കിലെത്തിയിരുന്നു. കുട്ടിയെ അവിടെ വെച്ച് പോവാമെന്നും ദയാലുവായ ആരെങ്കിലും ആ കുട്ടിയെ എടുത്തോളും എന്നും സ്മിത്ത് ചിന്തിച്ചു. സ്മിത്ത് കുട്ടിയെ പാർക്കിലെ ഒരു റൈഡിൽ വെച്ച് സുരക്ഷിതമായി അവിടെ നിന്ന് തിരികെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതുവഴി വന്ന ഒരു ലേഡിക്ക് വെടിയേറ്റ് വീഴുന്നത് സ്മിത്ത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്നും ഹെഡ്സും സംഘവും കുട്ടിയെ കൊല്ലാൻ വേണ്ടി വെടിയുതിർക്കുകയാണ്. സ്മിത്തിനൊരു കാര്യം മനസ്സിലായി. കൊല്ലപ്പെട്ട ഗർഭിണിയായിരുന്ന സ്ത്രീയായിരുന്നില്ല കൊല്ലാൻ വന്നവരുടെ ലക്ഷ്യം, അത് ജനിക്കാനിരുന്ന കുട്ടിയായിരുന്നു. അതോടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്മിത്ത് ഉണർന്നു പ്രവർത്തിച്ചു. സ്നൈപ്പറുടെ ഉന്നം തെറ്റിക്കാൻ വേണ്ടി സ്മിത്ത് ആ റൈഡിലേക്ക് ഷൂട്ട് ചെയ്തു. കുട്ടിയുണ്ടായിരുന്ന റൈഡ് കറങ്ങിക്കൊണ്ടിരുന്നതിനാൽ സ്നൈപ്പർക്ക് കൃത്യമായി ഉന്നം വെക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കുട്ടിയെ സുരക്ഷിതമായി കയ്യിലെടുത്ത് സ്മിത്ത് അവിടെ നിന്ന് മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. സ്മിത്ത് കുട്ടിയെയും എടുത്ത് അവിടെ നിന്ന് നേരെ പോയത് തനിക്കറിയാവുന്ന ഒരു വേശ്യാലയത്തിലേക്കായിരുന്നു. അവിടെ ഡോണ എന്നു പേരുള്ള ഒരു വേശ്യയുണ്ട്. അവർ പ്രസവിച്ചിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. കുട്ടിക്ക് മുലപ്പാല് വേണം. അതുകൊണ്ട് കൂടിയായിരുന്നു ഡോണയ്ക്കടുത്ത് ആ കുട്ടിയെ ഏൽപ്പിക്കാൻ വേണ്ടി സ്മിത്ത് ചെന്നത്. ഡോണ ആദ്യം അതിന് സമ്മതമല്ലെന്ന് അറിയിച്ചെങ്കിലും സ്മിത്ത് നിർബന്ധിച്ചപ്പോ പണം കൊടുത്തപ്പോ പാതി മനസ്സോടെ ഡോണ സമ്മതിച്ചു. ഇതേസമയം മറുവശത്ത് ഹെഡ്സ് ആകട്ടെ കൊല്ലപ്പെട്ട ഗർഭിണിയുടെ മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു. പക്ഷേ ലക്ഷ്യം പൂർണ്ണമാകണം കുട്ടിയെ കണ്ടെത്തണം. കുട്ടിയെ കണ്ടെത്താൻ ഹെഡ്സ് തന്റെ ആളുകൾക്ക് ഉത്തരവിട്ടു. ജനിച്ചു വീണ കുട്ടിക്ക് മുലപ്പാൽ ആവശ്യമാണല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഒടുവിൽ ഡോണയിലേക്ക് അവർ എത്തിച്ചേർന്നു. ഡോണയ്ക്കടുത്തെത്തിയ ഹെഡ്സ് ഡോണയെ ചോദ്യം ചെയ്തു. സ്മിത്തിനെ പറ്റി അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. സ്മിത്ത് കുട്ടിയുമായി ഇവിടെ വന്നിരുന്നെന്നും പക്ഷേ ഇപ്പോൾ അവരെവിടെയാണുള്ളതെന്ന് തനിക്കറിയില്ല എന്നുമായിരുന്നു ഡോണ പറഞ്ഞത്. പക്ഷെ അത് വിശ്വസിക്കാൻ ഹെഡ്സ് കൂട്ടാക്കിയില്ല. ഡോണയെ വിരട്ടുകയും പരിസരഭാഗത്തേക്ക് വെടിയുതിർത്ത് അവളെ ഭീഷണി
ഭീഷണിപ്പെടുത്തുകയും ചെയ്യാൻ ഹെഡ്സ് തുടങ്ങിയപ്പോഴേക്കും സ്മിത്ത് അങ്ങോട്ടേക്ക് വന്നു. ഹെഡ്സിനെതിരെ തോക്ക് ചൂണ്ടി. ഹെഡ്സിന്റെ തോക്കിൽ ഉണ്ടയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തോക്ക് ചൂണ്ടി ഹെഡ്സിനെ നിരായുധനാക്കാൻ സ്മിത്തിന് കഴിഞ്ഞു. പിന്നാലെ ഹെഡ്സിനെ സ്മിത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ആ വഴിയിൽ നിന്നിരുന്ന ഹെഡ്സിന്റെ മുഴുവൻ ഹിറ്റ്മാൻസിനെയും സ്മിത്ത് വകവരുത്തിയിട്ടുണ്ട്. സ്മിത്തിന്റെ കയ്യിലിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് ലോക്കായ തോക്കാണെന്ന് കണ്ടതും ഹെഡ്സ് ആശ്വസിച്ചു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്മിത്ത് ഉണർന്ന് പ്രവർത്തിച്ചു. അവിടുണ്ടായിരുന്ന അടിച്ചു വീഴ്ത്തിയിരുന്ന ഒരു ഹിറ്റ്മാന്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ആ ഗണ്ണിന്റെ ലോക്കഴിച്ച സ്മിത്ത് ഹെഡ്സിനെതിരെ വെടിയുതിർത്തു. വെടിയേറ്റ് ഹെഡ്സ് താഴെ വീണു. പിന്നാലെ സ്മിത്ത് ഡോണയുടെ അടുത്ത് ചെന്ന് തന്റെ കൂടെ രക്ഷപ്പെട്ടു വരാൻ പറഞ്ഞു. ജീവനിൽ ഭയമുണ്ടായിരുന്ന ഡോണ അപ്രകാരം ചെയ്തു. കുട്ടിയും ഡോണയുമായി മോഷ്ടിച്ചെടുത്ത ഒരു കാറുമായി സ്മിത്ത് വേഗത്തിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് വെടിയേറ്റ് വീണിരുന്നെങ്കിലും ഹെഡ്സ് കൊല്ലപ്പെട്ടിരുന്നില്ല. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് വെടിയുണ്ടായ ആളിൽ തുളച്ചു കയറിയിരുന്നില്ല. കാറിൽ സഞ്ചരിക്കുമ്പോൾ ഡോണ കുട്ടിയെപ്പറ്റി സ്മിത്തിനോട് ചോദിച്ചു. അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ സ്മിത്ത് ഡോണയോട് വിശദീകരിച്ചു പറഞ്ഞു. അതോറിറ്റീസിന് ആ കുട്ടിയെ കൈമാറാനും സ്മിത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അത്രയധികം പേർ ആ കുട്ടിയെ കൊല്ലാനായി പിന്നിട്ട് വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് സ്മിത്ത് ഒരു അമ്യൂണീഷൻ സ്റ്റോറിന് മുമ്പിൽ തന്റെ കാറ് നിർത്തി. പിന്നാലെ തോക്ക് വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അപ്പോഴാണ് കയ്യിലെ പണം തികയില്ലെന്ന് മനസ്സിലായത്. സ്മിത്തിനടുക്കൽ ഒരുപാട് പണമുണ്ടാകും എന്നായിരുന്നു ഡോണ കരുതിയത്. ഡോണയ്ക്ക് ദേഷ്യം വന്നു. ഡോണ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്മിത്ത് കുറച്ചു കഴിഞ്ഞതും പുറത്തേക്ക് ചെന്ന് നോക്കി. ഡോണ മറ്റൊരാൾക്കൊപ്പം ഒരിടത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അയാളുമായി ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടുകയാണെന്ന് വ്യക്തം. സ്മിത്ത് ചെന്ന് അയാളെ ആക്രമിച്ചു. അതോടെ അയാൾ ഭയപ്പെട്ടോടി. ഡോണ അവിടെ നിന്ന് നടന്നു വന്നു. അയാളിൽ നിന്ന് താൻ പണം സമ്പാദിക്കാൻ നോക്കുകയായിരുന്നു എന്ന കാര്യം സ്മിത്തിനോട് പറഞ്ഞു. പിന്നാലെ കയ്യിലുണ്ടായിരുന്ന തുക, കിട്ടിയിരുന്ന തുക സ്മിത്തിനെ ഏൽപ്പിച്ചു. സ്മിത്ത് അതുപയോഗിച്ച് ബുള്ളറ്റ് പ്രൂഫും ആവശ്യമായ ഗണ്ണും ബുള്ളറ്റും ഒക്കെ വാങ്ങി. പിന്നാലെ ഡോണയും കുട്ടിയുമായി സ്മിത്ത് നേരെ പോയത് ഒഴിഞ്ഞൊരു കെട്ടിടത്തിന്റെ മുകളിലുള്ള തന്റെ ഹൈഡൌട്ടിലേക്കായിരുന്നു. ഇതേസമയം മറുവശത്ത് തന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോൾ സ്മിത്ത് ഉപയോഗിച്ച കാറ് ഹെഡ്സ് കണ്ടു. അതോടെ ആ പരിസരമൊക്കെ നിരീക്ഷിക്കാൻ ഹെഡ്സ് തന്റെ ആളുകളോട് പറഞ്ഞു. അധികം വൈകാതെ സ്മിത്ത് ഒളിച്ചിരിക്കുന്ന ഒഴിഞ്ഞ കെട്ടിടം ഹെഡ്സ് കണ്ടെത്തി. ഇതേസമയം ആ കെട്ടിടത്തിലെ ഹൈഡൌട്ടിലുണ്ടായിരുന്ന സ്മിത്താകട്ടെ പേപ്പർ കൊണ്ട് കുട്ടിക്ക് വേണ്ടി ഡയപ്പർ ഉണ്ടാക്കി. മാത്രമല്ല കുട്ടിയെ വിളിക്കാൻ ഒലിവർ എന്ന പേരുമിട്ടു. അവിടുണ്ടായിരുന്ന ടിവിയിൽ ന്യൂസും മറ്റും മാറ്റിവെക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഹെവി മെറ്റൽ മ്യൂസിക് വരുമ്പോൾ മാത്രം കുട്ടി കരയുന്നില്ല. ആ ചെറിയൊരു ഡീറ്റെയിൽ കിട്ടിയതും ഒലിവറിന് ചില കാര്യങ്ങളിൽ സംശയം തോന്നി. ഒരുപക്ഷെ ഒലിവറിന്റെ അമ്മ താമസിച്ചിരുന്നത് ഏതെങ്കിലും ഹെവി മെറ്റൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ക്ലബിന്റെ തൊട്ടടുത്തോ മറ്റോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ കൊല്ലപ്പെട്ട് ആദ്യമായി ആ സ്ത്രീയെ കണ്ട ഇടമുണ്ടല്ലോ, അതിനോട് ചേർന്ന ക്ലബ്ബുകൾ സന്ദർശിക്കാൻ സ്മിത്ത് തീരുമാനിച്ചു. അപ്പോഴേക്കും സ്മിത്തിന്റെ ഹൈഡൌട്ട് കണ്ടെത്തി ഹെഡ്സിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അത് മനസ്സിലാക്കിയതും ഡോണയോട് അവിടുത്തെ ചെറിയ എലിവേറ്റർ വഴി താഴേക്കിറങ്ങി രക്ഷപ്പെടാൻ സ്മിത്ത് ഉപദേശിച്ചു. കുട്ടിയുമായി ഹിറ്റ്മാൻസിനോട് പോരടിച്ച് വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ട് സ്മിത്തും താഴെയെത്തി. ഒടുവിൽ ഡോണയും സ്മിത്തും കുട്ടിയും ഒന്നിച്ച് അവിടെ നിന്ന് പുറത്തു കടന്നു. പിന്നാലെ അവർ ക്ലബ്ബ് അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒലിവറിന്റെ അമ്മ താമസിച്ചിരുന്ന ആ ഇടം അവർ കണ്ടെത്തി. അത് ക്ലബിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അങ്ങോട്ടേക്കെത്തിയ സ്മിത്തും ഡോണയും മുമ്പിൽ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിയിരുന്നു. അവിടെയുള്ളവരൊക്കെ കൊല്ലപ്പെട്ട് കിടക്കുന്നു. 2 ഗർഭിണികളായ സ്ത്രീകളും സെക്യൂരിറ്റി പേഴ്സൺസും. അവിടം പരിശോധിച്ചപ്പോ അകത്തൊരു മുറിയിലിരുന്ന് ഗ്രെഗാരോട് ഫോണിൽ സംസാരിക്കുന്നത് സ്മിത്ത് നോക്കി കണ്ടു. മുമ്പ് കുട്ടിയെ ആവശ്യപ്പെട്ട് തന്റെ പിന്നാലെ ആക്രമിക്കാൻ വന്നവരിൽ ഗ്രെഗും ഉണ്ടായിരുന്ന കാര്യം സ്മിത്ത് പെട്ടെന്നോർത്തു. സ്മിത്ത് അതോടെ അവിടെ നിന്ന് പിൻവലിഞ്ഞു. ഡോണയും സ്മിത്തും മറഞ്ഞു നിന്നു. ഒടുവിൽ ഗ്രെഗ് അവിടെ നിന്ന് പോയപ്പോ അവര് വീണ്ടും ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. അവിടം മൊത്തമായി പരിശോധിച്ചു. അതിനുള്ളിൽ ഒരു ലബോറട്ടറി തന്നെ പ്രവർത്തിച്ചിരുന്നു. പരിശോധിക്കുന്നതിനിടയിൽ ഒരു റെഫ്രിജറേറ്ററും സ്മിത്ത് കണ്ടു. അതിനുള്ളിൽ മുഴുവനായി സൂക്ഷിച്ചിരുന്നത് നിരവധി ട്യൂബിലുള്ള ശുക്ലങ്ങളായിരുന്നു. അത് മുഴുവൻ ഒരാളുടേതാണെന്നും സ്മിത്ത് തിരിച്ചറിഞ്ഞു. ഊഹങ്ങൾ വെച്ച് ഒക്കെയൊന്ന് കൂട്ടിവായിക്കാൻ സ്മിത്ത് ശ്രമിച്ചു. അപ്പോഴാണ് സ്മിത്തിന് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ കൊല്ലപ്പെട്ട ആ ലേഡിയും അവിടെ ഉണ്ടായിരുന്ന ശുക്ലം വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻസെർനേഷൻ വഴി പ്രഗ്നന്റ് ആക്കപ്പെട്ട പെൺകുട്ടിയായിരിക്കാം. ഇതിനു പിന്നിൽ ഏതോ വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ എന്തോ ഒന്നിനു വേണ്ടി നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ഒരു വ്യക്തിയുടെ തന്നെ ശുക്ലങ്ങൾ ഉപയോഗിച്ച്. അതിനു പിന്നിലും എന്തെങ്കിലും കാരണമുണ്ടാകാം സ്മിത്ത് ആലോചിച്ചു. പക്ഷേ ആ കുട്ടികളെ കൊല്ലാൻ മറ്റേതോ വിഭാഗം ശ്രമിക്കുന്നു. ദുരൂഹത വർദ്ധിച്ചു വരികയായിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയതും സ്മിത്ത് ഡോണയും കുട്ടിയുമായി അടുത്തുള്ളൊരു മോട്ടലിൽ മുറി
എടുത്തു. പുറത്തുപോയി തിരികെ വന്ന സ്മിത്ത് പറഞ്ഞു, ഞാൻ FBI-യുടെ മൾട്ടിപ്പിൾ TV സ്റ്റേഷൻസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു പബ്ലിക് ഇമേജ് കൊടുത്താൽ ഒരുപക്ഷെ അത് നമ്മൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകും. പക്ഷേ സ്മിത്തിന്റെ ആ ഡിസിഷൻ കൂടുതൽ അപകടമായിരുന്നു വിളിച്ചു വരുത്തിയത്. രാത്രിയിൽ ആയുധങ്ങളുമായി ഒരു സംഘം ആളുകൾ അങ്ങോട്ടേക്ക് കടന്നെത്തി. പ്രൊഫഷണൽ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചവർ. സ്മിത്തിന് അവർക്കെതിരെ പോരടിക്കേണ്ടി വന്നു. ഒടുവിൽ അവരെയൊക്കെ സ്മിത്ത് പരാജയപ്പെടുത്തി. അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനും ഡോണയ്ക്കൊപ്പം സ്മിത്ത് തീരുമാനിച്ചു. കുട്ടിയുമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആക്രമിച്ച് താൻ കൊന്നു വീഴ്ത്തിയിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സ്മിത്ത് പരിശോധിച്ചു. ഹാമേഴ്സൺ കമ്പനിയുടെ ഒരു തോക്കായിരുന്നു അത്. പക്ഷേ അതാകട്ടെ ഹാമേഴ്സൺ ഇതുവരെ അവിടെ പബ്ലിക്കിൽ ഇറക്കാത്ത അവരുടെ പുതിയ മോഡൽ പിസ്റ്റളാണ്. അതാ സംഘത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹാമേഴ്സൺ കമ്പനിക്ക് ഇതുമായി എന്തോ നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്മിത്ത് ഊഹിച്ചു. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ച് സ്മിത്ത് അവിടെ നിന്നിറങ്ങി. പക്ഷേ അത്ര നേരം ഡോണയെയും കുട്ടിയെയും സുരക്ഷിതമാക്കണം. സ്മിത്ത് അവരെ കൊണ്ടുപോയത് അടുത്തുള്ളൊരു വാർ മ്യൂസിയത്തിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ടാങ്കിനുള്ളിൽ സ്മിത്ത് അവരെ സുരക്ഷിതമായി ഒളിപ്പിച്ചു. പിന്നാലെ ഹാമേഴ്സൺ കമ്പനിയിലേക്ക് പുറപ്പെട്ടു. വിദഗ്ധമായി കമ്പനിക്കകത്ത് കടന്ന് ഒരിടത്ത് സ്മിത്ത് മറഞ്ഞു നിന്നു. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ഹാമേഴ്സൺ കമ്പനിയുടെ ഓണറും ഹെഡ്സും നടന്നു വരാൻ തുടങ്ങി. ഹാമേഴ്സണും ഹെഡ്സും സംസാരിക്കുന്നത് മുഴുവൻ രക്ഷപ്പെട്ട കുട്ടിയുടെ കാര്യമായിരുന്നു. ഹാമേഴ്സന്റെ കൂടെ അദ്ദേഹത്തിന്റെ പെറ്റ് ഡോഗ് എപ്പോഴും കാണും, ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായ. കുട്ടിയെ രക്ഷിച്ച സ്മിത്തിനെ പറ്റി മനസ്സിലായ വിവരങ്ങളും ഹെഡ്സ് ഹാമേഴ്സനോട് പറഞ്ഞു. സ്മിത്ത് ഒരു മുൻകാല പട്ടാള ഉദ്യോഗസ്ഥനാണ്. ആയുധങ്ങളെ പറ്റിയൊക്കെ അവന് നല്ല അറിവുണ്ട്. ഇതേസമയം സ്മിത്ത് ആകട്ടെ അവിടെ നിരവധി ട്രാപ്പുകൾ സെറ്റ് ചെയ്യുകയായിരുന്നു. സംസാരത്തിനിടയിൽ ഹാമേഴ്സൺ പറഞ്ഞു, എത്രയും വേഗം സ്മിത്തിനെയും കുട്ടിയെയും കണ്ടെത്തണം. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് വേണം. അവരുടെ സംസാരത്തിൽ സെനറ്റർ റൊട്ട്ലഡിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. നിലവിൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അയാളാണ്. അയാൾ മുമ്പോട്ടേക്ക് വെക്കുന്ന വലിയൊരു ആശയമുണ്ട്. സിവിലിയൻസ് തോക്ക് കൈവശം വെക്കുന്നത് ഇല്ലാതാക്കുക എന്നതാണ് അയാൾ എപ്പോഴും മുമ്പോട്ടേക്ക് വെക്കുന്നത്. അമേരിക്കയിലെ ആയുധ കമ്പനികൾ അടച്ചുപൂട്ടുകയും വേണം എന്നും അയാൾ പറയാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഹാമേഴ്സൺ അടക്കമുള്ള കമ്പനികളെ അത് വലിയ തോതിൽ ബാധിക്കും. പിന്നാലെ സ്മിത്ത് അവിടെയുള്ള കാര്യം ഹെഡ്സും സംഘവും മനസ്സിലാക്കി. അവിടെ ഒരു ഷൂട്ടൌട്ട് ആരംഭിച്ചു. താൻ സെറ്റ് ചെയ്ത ട്രാപ്പ് ഉപയോഗിച്ച് ഹെഡ്സിനും സംഘത്തിനുമെതിരെ വിദഗ്ധമായി സ്മിത്ത് പോരടിച്ചു. നിരവധി പേരെ കൊലപ്പെടുത്തി. ഒടുവിൽ നിരവധി പേരെ കൊലപ്പെടുത്തിയ ശേഷം വിദഗ്ധമായി സ്മിത്ത് പുറത്തു കടന്നു. പിന്നാലെ സ്മിത്ത് ഡോണയ്ക്കടുത്തെത്തി. ഡോണയോട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു. ഹാമേഴ്സനാണ് ഒലിവറിന്റെ ജീവനെടുക്കാൻ പിന്നാലെ വരുന്നത്. പക്ഷേ ഇതിനു പിന്നിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴും വ്യക്തമല്ല. ഡോണ പേപ്പർ കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കിയ ഒലിവറിന്റെ ഡയപ്പർ മാറ്റുകയായിരുന്നു. അതിലൊരു ന്യൂസ് സ്മിത്ത് അപ്പോൾ നോക്കിക്കണ്ടു. സെനറ്റർ റട്ട്ലഡിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. അത് വായിച്ചതോടെ കാര്യങ്ങൾ പൂർണ്ണമായും സ്മിത്തിന് ബോധ്യപ്പെട്ടു. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിച്ച് അടുത്ത പ്രസിഡന്റ് ആകും എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് സെനറ്റർ റട്ട്ലഡ്. റട്ട്ലഡ് ഇപ്പോൾ രോഗബാധിതനാണ്. റട്ട്ലറിന്റെ ജീവൻ രക്ഷിക്കാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് മാത്രമേ പറ്റൂ. അതിന് കൃത്യമായ മാച്ച് ഉണ്ടാക്കാനാണ് ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസി വഴി ഒരു സംഘം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആശ്രമം വിജയിച്ച് റട്ട്ലർ വിജയിച്ചു കഴിഞ്ഞാൽ അയാൾ തന്റെ ആശയം നടപ്പിലാക്കും. അതോടെ അവിടുത്തെ തോക്ക് കമ്പനികളൊക്കെ പൂട്ടേണ്ടി വരും. അപ്പോൾ ഹാമേഴ്സൺ അടക്കമുള്ള തോക്ക് കമ്പനികൾക്ക് റട്ട്ലഡ് മരിച്ചു കാണണം. പക്ഷേ നേരിട്ട് കൊല്ലാൻ പറ്റില്ല. അതിന് ഏറ്റവും എളുപ്പം അയാളുടെ രോഗം ഭേദമാവാതിരിക്കുക എന്നതാണ്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതോ ബോൺ മാരോ കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന പദ്ധതി ഇല്ലാതാക്കുക. ആർട്ടിഫിഷ്യലായി പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളെ കൊന്നുതള്ളുക. കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടിയെ കൊല്ലുക. കാര്യങ്ങൾ മനസ്സിലായതും ഒലിവർ സുരക്ഷിതമായി ഉണ്ടാവാൻ സാധ്യത സെനറ്ററുടെ അടുത്താണ് എന്ന് മനസ്സിലാക്കി സ്മിത്ത് അങ്ങോട്ടേക്ക് ഡോണയുമായി തിരിച്ചു. ഡോണയോട് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ അനുസരിച്ച് സെനറ്ററിന്റെ മാനേജറുമായി കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവരങ്ങനെ പോകുന്നതിനിടയിൽ ഹെഡ്സും സംഘവും അവരെ ആക്രമിച്ചു. ശക്തമായൊരു ഏറ്റുമുട്ടൽ നടന്നു. സ്മിത്ത് കാറെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി പാഞ്ഞു. ചേസിങ്ങും ആക്രമണവും നടന്നു. ഇതിനിടയിൽ കുട്ടി കൊല്ലപ്പെട്ടതുപോലെ ഒരു ദൃശ്യവും സംഭവിച്ചു. കുട്ടി കൊല്ലപ്പെട്ടെന്നായിരുന്നു ഹെഡ്സ് കരുതിയത്. പക്ഷേ അടുത്തെത്തിയപ്പോഴാണ് ഹെഡ്സിന് അത് വെറും ഡമ്മിയായിരുന്നു എന്ന് മനസ്സിലായത്. ഹെഡ്സിനെയും സംഘത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ സ്മിത്തും ഡോണയും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു അത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്ന ഡോണ ഒലിവറെ ഒളിപ്പിച്ചിരുന്ന മ്യൂസിയത്തിലെത്തി. സുരക്ഷിതമായി ഒലിവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നാലെ സ്മിത്ത് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന കോണ്ടാക്ട്
മാറ്റിവെച്ച് സെനറ്ററിനോട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കോൾ കണക്ട് ചെയ്തെത്തിയതാകട്ടെ ഗ്രഗിനടുത്തായിരുന്നു. ഗ്രഗ് സെനറ്ററുടെ ആളാണ്. സെനറ്റർക്ക് വേണ്ടിയായിരുന്നു ഗ്രഗ് കുട്ടിയെ കിട്ടാൻ നോക്കിയതും. ഒലിവർ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ സെനറ്ററുമായുള്ള മീറ്റിംഗ് ഗ്രഗ് തന്നെ അറേഞ്ച് ചെയ്തു. മീറ്റിംഗ് അറേഞ്ച് ചെയ്യപ്പെട്ടതാകട്ടെ വിമാനത്തിൽ വെച്ചിട്ടായിരുന്നു. സ്മിത്ത് സെനറ്റർ റട്ട്ലഡ്ജിന്റെ മുമ്പിലെത്തി കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. സ്മിത്തിന്റെ കണ്ടെത്തലുകളും മനസ്സിലാക്കലും ശരിയാണ് എന്ന് റട്ട്ലഡ്ജ് പറഞ്ഞു. തനിക്ക് ക്യാൻസർ ആണെന്നും കൂട്ടിച്ചേർത്തു. ഒലിവറിന്റെ ബോൺമാരോയ്ക്ക് റട്ട്ലഡ്ജിനെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അപ്പോഴാണ് സ്മിത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. റട്ട്ലഡ്ജിന്റെ ശരീരത്തിൽ പാന്റിൽ നായയുടെ പൂട പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഹാമേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പെറ്റുണ്ടല്ലോ, അതിന്റെ ശരീരത്തിലുള്ള പോലത്തെ അതേ പൂട. സ്മിത്തിന് സംശയം തോന്നി. റട്ട്ലഡ്ജും ഹാമേഴ്സിനും കൈകോർത്തിട്ടുണ്ടാകാം എന്നവൻ ചിന്തിച്ചു. സ്മിത്തിന്റെ ഊഹം ശരിവെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഹാമേഴ്സൺ കടന്നു വന്നു. അതോടെ സ്മിത്ത് റട്ട്ലഡ്ജിനെ ബന്ദിയാക്കി. ഒരു കാര്യം സ്മിത്തിന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. ബോൺമാരോ കിട്ടുവാൻ വേണ്ടി സെനറ്റർ ഹാമേഴ്സിനുമായി കൈകോർത്തു. താൻ അവിടുത്തെ തോക്ക് കൈവശം വെക്കുന്ന നിയമങ്ങൾ പരിഷ്കരിക്കില്ലെന്നും ഹാമേഴ്സിനും മറ്റും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും സെനറ്റർ വാക്കുകൊടുത്തിരുന്നു. സ്മിത്ത് സെനറ്ററെ വലിച്ചിഴച്ച് കാർഗോ സ്പേസിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സെനറ്ററെ കൊല്ലുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങളെ ഞാനിപ്പോൾ കൊന്നുതള്ളിയാൽ ഇത് പബ്ലിക് സിമ്പതി വർദ്ധിപ്പിക്കും. ഇവിടുത്തെ തോക്ക് നിയമങ്ങൾക്കെതിരെ ജനങ്ങൾ തന്നെ മുന്നിട്ട് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലുന്നു. അതും പറഞ്ഞ് സ്മിത്ത് സെനറ്ററെ കൊന്നു. പിന്നാലെ പാരച്യൂട്ട് ധരിച്ച് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. സ്മിത്തിനെ കൊല്ലുവാൻ അത്തരത്തിൽ കുറച്ച് ഹിറ്റ്മാൻസും ചാടിയെങ്കിലും അവരോടൊക്കെ പോരടിച്ച് സ്മിത്ത് താഴെയെത്തി. ആക്രമണത്തിനിടയിൽ ഗ്രഗിനെ വകവരുത്താനും സ്മിത്തിന് സാധിച്ചിരുന്നു. താഴെ വീണെങ്കിലും സ്മിത്തിന്റെ ബോധം മറഞ്ഞു. ബോധം തെളിയുമ്പോൾ സ്മിത്ത് ഹെഡ്സിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഡോണയും ഒലിവറും എവിടെയെന്ന് ചോദിച്ച് ഹെഡ്സ് സ്മിത്തിനെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. പക്ഷേ സ്മിത്ത് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഹെഡ്സ് സ്മിത്തിനെ കൊല്ലുമെന്ന് ഘട്ടം വന്നപ്പോൾ സ്മിത്ത് തിരിച്ചടിച്ചു. അവിടുണ്ടായിരുന്ന കയ്യാളുകളെയും ഹാമേഴ്സിനെയും വരെ കൊലപ്പെടുത്തി. ഒടുവിൽ അവസാനമായി ഹെഡ്സിന് മുഖാമുഖം നിന്നു. ഒട്ടും മടിക്കാതെ തന്റെ കൈക്ക് പരിക്കേൽക്കുമായിരുന്നിട്ടും വെടിയുണ്ടകൾ വിരലുകൾക്കുള്ളിൽ വെച്ച് തീയിലെ കഥ കാണിച്ച് ഹെഡ്സിനെ സ്മിത്ത് ഷൂട്ട് ചെയ്തു കൊന്നു. പിന്നാലെ ഹാമേഴ്സിന്റെ നായയുമായി സ്മിത്ത് അവിടെ നിന്ന് പുറത്തു കടന്നു. തന്റെ പെറ്റായി ഹാമേഴ്സിന്റെ നായയെ സ്മിത്ത് വളർത്താൻ തുടങ്ങിയിരുന്നു. ഡോണയും ഒലിവറുമുള്ള ഇടത്തേക്ക് ബസ്സിൽ സ്മിത്ത് യാത്ര ചെയ്തു. ഒടുവിൽ അവൻ എത്തിച്ചേർന്നത് ഒരു ഷോപ്പിലേക്കായിരുന്നു. ഡോണ അവിടെ വെയിട്രസായി ജോലി നോക്കുന്നുണ്ട്. ജീവനോടെ സ്മിത്തിനെ അവിടെ കണ്ടതും ഡോണയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇരുവരും കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഒരു സംഘം കള്ളന്മാർ മോഷണത്തിനായി ആക്രമണം നടത്തിക്കൊണ്ടെത്തിയത്. സ്മിത്ത് ഒട്ടും മടിച്ചില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ക്യാരറ്റ് തന്നെയെടുത്ത് ആ മോഷ്ടാക്കളെ ആക്രമിച്ചു. ഓരോരുത്തരെയായി കീഴ്പ്പെടുത്തി. സ്മിത്തിന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.